നമ്മുടെ കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഹായ് ഗൈസ്, ഐ ആം സൂപ്പർ ഹീറോ വ്ളോഗ്സ്. എനിക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരു ടീമാണ് ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. ഇവരുടെ കണ്ടന്റ്സ് ഒക്കെ മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ അവരുടെ ചാനലിലൂടെ ആണെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മേഘ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അച്ഛൻ്റെ വിയോഗത്തെ തുടർന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ആ ഒരു വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിവിടെ സംസാരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു 90 അല്ലെങ്കിൽ 95% ആൾക്കാരും ഇവർ പറയുന്ന ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ ഇന്നും ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തിനാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. കഴിഞ്ഞ മാസം 28-ാം തീയതി മേഘയുടെ ഫാദർ മരണപ്പെട്ടു. വയ്യാണ്ട് കിടക്കായിരുന്നു. ഈ വയ്യാണ്ട് കിടക്കായിരുന്നു എന്നുള്ള സംഭവം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വരുത്തി വെച്ച വിനെ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ വിഷമമായ സംഭവം എന്ന് പറഞ്ഞാൽ മേഘയുടെ ഈ ഒരു സാഹചര്യത്തിൽ മേഘയുടെ ഫാദർ മരണപ്പെട്ടു എന്നുള്ള സംഭവം. ആ മരണത്തെ വരുത്തി വെച്ച വിന എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ആ ഒരു വരുത്തി വെച്ച വിനയ്ക്ക് കാരണമായിട്ടുള്ളത് കടുത്ത മദ്യപാനമായിരുന്നു. മദ്യപാനത്തിന്റെ ഒരു നല്ല എക്സ്ട്രീം ലെവലിലോട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും ആ ഒരു മദ്യപാനത്തിൽ നിന്നൊന്നും റിക്കവർ ആവാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു ചേച്ചിയുടെ അച്ഛൻ അന്ന് മരണപ്പെട്ട ദിവസം സംഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് ഇങ്ങനെ കടുത്ത മദ്യപാനികളായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്ന് മാറി ചിന്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്ക് ഡി അഡിക്ഷൻ സെന്ററിലും കാര്യങ്ങളിലായിരുന്നു ഒരുപാട് വട്ടം. അപ്പോൾ അറിയാലോ, അത് അവിടുത്തെ ടാബ്ലറ്റും കാര്യം കഴിച്ചിട്ട് വീണ്ടും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരം പ്രശ്നം ഇവളുടെ ഫാമിലി ലൈഫിൽ ഇഷ്ടം പോലെ. കാരണം അവളുടെ എനിക്ക് തോന്നുന്നു നല്ല പ്രായം തൊട്ട് ഇവർ സമാധാനം എന്നുള്ള സാധനം കണ്ടിട്ടില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം ഞാൻ പറയുന്നത് മേഘയുടെ അമ്മയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു സ്ത്രീ ആയിരുന്നാലും ഒരിക്കലും ഇപ്പം മേഘയുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത പോലെ ആരും നോക്കത്തില്ല. അതിൽ ആന്റിയെ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട്, ഈ ആ സ്ഥാനത്ത് ഞാനായിരുന്നു ഇതിനു മുമ്പേ എന്തെങ്കിലും ഞാൻ ചെയ്തേനെ എന്നുള്ള സംഭവം. കാരണം അത്രയ്ക്ക് നമ്മൾ ഈ വാക്കുകൊണ്ട് പറഞ്ഞാൽ എത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്കും ഒരു പ്രശ്നമാണ്. കാരണം ഞാനും മുമ്പ് എൻ്റെ പല വീഡിയോസിനകത്തും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വിട്ടത്, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്ന ഒരു ട്രോമ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ചുറ്റുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടു തന്നെയാണ് നമ്മളും വളർന്നിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഇത്തരം മദ്യപാനികൾ കാരണം പല കുട്ടികളുടെയും ജീവിതത്തിൽ ബാല്യം അല്ലെങ്കിൽ കൗമാരമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ഒന്നും വേദനകൾ ആരും മനസ്സിലാക്കാറില്ല. അതേപോലെ തന്നെ ആ ഒരു ഭാര്യേൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും ആലോചിക്കില്ല. അവരവരുടെ സ്വന്തം കാര്യം മാത്രമായിരിക്കും എപ്പോഴും ആലോചിക്കുക. അവർക്ക് അത് മാത്രമേ മൈൻഡിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ ഇത്രയും കടുത്ത മദ്യപാനിയായിട്ട് ഒരു തരത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലോട്ട് പോയിട്ട് പോലും ആ ഒരു അമ്മ, ഈ ഒരു മേഘ എന്ന് പറയുന്ന ആളുടെ അമ്മ അത്രത്തോളം ആ ഒരു വ്യക്തിനെ സ്നേഹിച്ചിരുന്നു. സോ ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരെ പലരും അല്ലെങ്കിൽ ഇത്തരത്തിൽ ടോക്സിക് അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ പോകുന്ന മദ്യപാനികളൊന്നും പലപ്പോഴും മനസ്സിലാക്കാറില്ല. അവരൊക്കെ അവസാന സമയങ്ങളിൽ അവർ ഈ പറയുന്ന മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ മാത്രമായിരിക്കും അവരുടെ വാല്യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റു ചിലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ വലുതായില്ല, ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിനി മുന്നോട്ട് പോകും, അങ്ങനെ കഴിയുന്ന, അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ ഇറക്കി ഒരു 3-4 വട്ടം നമ്മൾ ഇറക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇറക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ അപ്പൊ കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നവും എന്ന് വെച്ചാൽ അതായത് നോർമൽ അല്ല. അപ്പൊ പിന്നെ നമുക്ക് അത്ര ഒരു ഇതായി പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ കല്യാണത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആൾക്കാർ, നമ്മൾ മലയാളികളല്ലേ, വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ എവിടെ, അമ്മ എവിടെ, മാമന്മാരെവിടെ, അങ്ങനെ മുതുമുത്തച്ഛനെ വരെ തിരക്കുന്ന ഒരു ടീംസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മലയാളികൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ചെറുക്കൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാറുള്ളതാണ്. ആ ഒരു സമയത്ത് അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അച്ഛൻ ഇതുപോലെ കടുത്ത മദ്യപാനി ആയത് കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു മകളുടെ, ഒരു ഭാര്യയുടെ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് അതിനെക്കാട്ടി ഭീകരമായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ പല ആളുകൾ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അതിനെ പറ്റിയിട്ട് ഇവരോട് പറയുന്നുണ്ട്. ഒരു ഫാമിലി പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വലുതായിട്ട് ആർക്കും വില കാണത്തില്ല. കാരണം ഓൾറെഡി കുടിയന്മാർ വിലയില്ല. അത് ഓക്കെ, അവരുടെ ഫാമിലി ആൾക്കാരായാലും വിലയില്ല. പണ്ട് നമ്മുടെ ബന്ധുക്കളുടെ പോകുമ്പോൾ നമ്മളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തന്നെ അവർക്ക് ഒരു നാണക്കേടാണ്. കാരണം ഒരു കുടിക്കുന്ന ആളുടെ ഒരു മോളാണ്, മനസ്സിലായില്ലേ? കുടിക്കുന്ന ആരുടെ മോള്, കുടിക്കുന്ന ആരുടെ ഭാര്യ. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഒരു നാണക്കേടാണ് അവർക്ക് പറഞ്ഞു ഇതാക്കി കൊടുക്കും. ഇപ്പൊ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, നാണക്കേടാണ്. അപ്പം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് കാണൂലേ. ഇപ്പൊ നമ്മളൊരു പുറത്ത് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, നമ്മളൊന്ന് ഒരുങ്ങി പോകുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര ഇതാക്കിയാലും ആൾക്കാർ കുടിയന്റെ ഇതല്ലേ എന്ന് അവർ നമ്മൾ കാണുള്ളൂ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസിനകത്ത് നമ്മൾ പോകും, കുടിയന്റെ ഇതല്ലേ. കാരണം അപ്പൊ കുടിക്കാതെ ഇരിക്കുന്ന സമയത്തായാലും ആൾക്കാർ അത് കുത്തി നീ കുടി നിർത്തിയാ കുടി മറ്റേ കുടിയല്ലേ, കുടിയ മക്കളല്ലേ, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം ഈ പറയണവർക്ക് അവിടെ പറഞ്ഞാൽ മതി, മനസ്സിലായി? നമ്മൾ നാണക്കേട് ഇപ്പോഴാണ്
നമ്മൾ ഈ ഒരു ഫീൽഡിലൊക്കെ ഇതിലൊക്കെ വന്ന ശേഷമാണ് ഇപ്പം ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ചാനൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കാര്യം. നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ വേദനിപ്പിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കുന്നു, സക്സസ് ഉണ്ടാകുന്നതൊക്കെ കാണുമ്പോഴായിരിക്കും ആൾക്കാരൊക്കെ കുറച്ച് നല്ലതൊക്കെ പറയാം. അപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ നല്ല രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ നാറുന്നുണ്ട്. ഇപ്പം പേരിന് ഇപ്പം മദ്യപിക്കുന്ന, ഒക്കേഷനിൽ മദ്യപിക്കുന്ന കാര്യമല്ല പറയുന്നത്, കടുത്ത മദ്യപാനിയായിട്ട് ഇപ്പം മദ്യം അയാളെ കുടിക്കുന്ന രീതിയിലോട്ട് മാറുന്ന ആ ഒരു അവസ്ഥയില്ലേ, അതിനുശേഷം അയാൾക്ക് ഒരാളുടെ മുന്നിലും ഒരു വിലയും കാണത്തില്ല, പട്ടി വിലയായിരിക്കും, അതുപോലെ അപമാനമായിരിക്കും, അതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും അല്ലേ. അത് ആ ഒരു കുടുംബത്തിനോട് ആ ഒരു നാണക്കേട് ഉണ്ടാകുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാര്യയ്ക്ക് അതൊക്കെ പുറത്തിറങ്ങി നടക്കാനെ കൊണ്ടൊരു നാണക്കേട് ഉണ്ടാക്കി വരുത്തുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവരെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും സ്വന്തം കാര്യം വിട്ടിട്ട് ആ ഒരു മദ്യം, ആ ഒരു സാധനത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് സ്വന്തം കുടുംബം, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓൾമോസ്റ്റ് കുറേ മാസം കുടിക്കാതിരിക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു മനുഷ്യ വേറെ ഇല്ല. അതാണ് സംഭവം. കാരണം നമുക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും ഇനിയിപ്പം എന്തായാലും വേറെ ഒന്നും ഉണ്ടാവില്ല, കുടിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ചിലർക്ക് മദ്യപിച്ച് കഴിയുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ചിലർ മദ്യപിച്ച് കഴിഞ്ഞാലായിരിക്കും ഭയങ്കര കൂതറയാവുന്നത്. ഇപ്പം തലേദിവസം രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് മദ്യപിച്ച് വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, അടിയും വഴക്ക്, നാട് മൊത്തം ഇളക്കിയിട്ട് ഭയങ്കര ബഹളം ഉണ്ടാകും. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി വരും, പോലീസ് വരും, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോടെ പോയിട്ട് നമ്മൾ ചുറ്റുപാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തലേദിവസം രാത്രിയിൽ എന്താണ് നടന്നത്, ഒരു സ്വപ്നം കണ്ട ഒരു ഓർമ്മ പോലും ഇല്ലാതെ വന്നിട്ട് ഭയങ്കര കൂളായിട്ട് വന്നിരുന്ന് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ, ഇന്നലെ ഈ രംഗങ്ങളൊക്കെ കണ്ടേക്കുന്ന ആൾക്കാർ ആലോചിക്കും, എടി ഈ മനുഷ്യൻ തന്നെയാണോ ഇന്നലെ ഈ രീതിയിൽ പ്രവർത്തിച്ചെന്നുള്ളത്. കാര്യം മദ്യപിക്കാത്തപ്പോൾ ഇവർ ഭയങ്കര പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള മനുഷ്യരായിരിക്കും. പക്ഷേ മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ വേറൊരു മനുഷ്യരായിട്ട് പോവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലരും പറയുന്നൊരു കാര്യമാണ്, പൊതുവായിട്ട് പറയുന്നൊരു കാര്യം, അതായത് മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ മദ്യം ആണ് പിന്നെ സംസാരിക്കുന്നത്, അയാളല്ല മറ്റൊരാളായിട്ട് മാറുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയണം. നിങ്ങൾ മേ ബി പ്രായത്തിന്റെ പക്വതക്കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ അവർ മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ്, മദ്യമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് തോന്നിയ ദിവസം കാണിച്ചാലും മദ്യത്തിന് മണ്ടയ്ക്ക് കൊണ്ടിടുന്ന ഒരു പ്രവണത ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ക്യാരക്ടർ അല്ല ഈ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കിനെ പുറത്തോട്ട് വരുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ധൈര്യമൊക്കെ വരും. സോ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് നമുക്ക് എന്തും കാണിക്കാന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മതിലിന്റെ മണ്ടയ്ക്കൊന്ന് എടുത്ത് ചാടണം, നമുക്കൊരു പേടി അല്ലെങ്കിൽ ചാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷനോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ രണ്ടെണ്ണം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടം വല നോക്കണം, നമ്മൾ എടുത്ത് ചാടും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന മദ്യം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കിനെ പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ പലപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അത് മദ്യത്തിന്റെ പുറത്താണെന്ന് പറയുന്നത് മദ്യത്തെ കുറ്റം പറയുന്ന. സത്യത്തിൽ അവരുടെ ഉള്ളിലുള്ള റിയൽ ക്യാരക്ടേഴ്സ് അല്ലേ ഈ ഒരു മദ്യം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കിനെ പുറത്ത് വരുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏകദേശം നല്ലൊരു പൈസ അങ്കിളിന് വേണ്ടി നല്ല രീതിക്ക് ചെലവായി. കാരണം കോസ്മോ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പൊ വേറെ ഇപ്പം പുള്ളിയുടെ അമ്മ ഇപ്പോഴും ഉണ്ട്, ആരും തിരിഞ്ഞു നോക്കൂല. ആന്റിയാണ്, ഇവിടെ അമ്മയാണ് മെയിൻ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. ആന്റിയെ സമ്മതിച്ചു കൊടുക്കണം. എത്ര കുടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞാൽ അമ്മ പിന്നെയും ഒപ്പ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ തന്നെ എങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ ആയ കാലത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിടില്ല. ഇവരുണ്ടാക്കുന്നത് തന്നെ ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പലരും പണിക്ക് പോകാറില്ല, പോകുന്നവർ തന്നെയാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പോയി പണിയെടുക്കുക, മദ്യപിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ കാര്യങ്ങളായിരിക്കും. ചുറ്റുമുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല. എന്നിട്ട് ആയ കാലത്ത് ഉണ്ടാക്കാവുന്ന മാക്സിമം ബുദ്ധിമുട്ടുകൾ ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ട് അവസാന കാലത്ത് ഇവർക്ക് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമുക്കത് ചെയ്യേണ്ട കാര്യം അവരായ കാലത്ത് അല്ലെങ്കിൽ ഇന്നലകളിൽ അവർ ചെയ്തേക്കുന്ന പ്രവർത്തികൾ ഓർക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം കാരണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, അവസാന സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങളുടെ ആയ കാലത്ത് അവരെ നോക്കാൻ, നല്ല രീതിയിൽ നോക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ വാക്കുകൊണ്ട് പറയുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് ഈ ഒരു പരിപാടി. നമ്മുടെ ഈ വെള്ളം സിനിമയിലെ മറ്റേ പുള്ളിയില്ലേ, അപ്പൊ അത് വെറും അതൊരു കുറച്ചാണ്, അതിന്റെ കുറച്ച് എക്സ്ട്രീമാണ് സംഭവം. അപ്പൊ പിന്നെ അവസാന നിമിഷം ആയപ്പോഴത്തേക്കും വയ്യാണ്ടായി, നല്ല സീരിയസ് ആയിരുന്നു, നല്ല രീതിക്ക് വെള്ളം കെട്ടി, പിന്നെ കിഡ്നിയൊക്കെ ഏകദേശം എന്തോ ഫെയിൽ ആയി. വെള്ളം സിനിമയിലെ കാണിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിന് അപ്പുറമുള്ള സാധനമാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക എത്രത്തോളം ആയിരുന്നു എന്നുള്ള ആ ഒരു ഭീകരാവസ്ഥ എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരാളുണ്ട് കേട്ടോ, പണ്ട് വാറ്റുചാരയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വലിയൊരു പുള്ളിയായിരുന്നു. ഇയാൾ വാറ്റുക, വിൽക്കുക, അടിക്കുക, ഇത് തന്നെ പരിപാടി. ഇപ്പം പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ആന്തരികാവയവങ്ങൾ മൊത്തം അടിച്ചു പോയിട്ടുണ്ട്. ഇപ്പം പുള്ളിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേനില്ലേ, ഈ തേനീച്ച കൂടിനകത്ത് നമ്മളിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ തേൻ ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, അതുപോലാണ് ഇപ്പം അയാളുടെ ശരീരം. അയാളുടെ ഉള്ളിൽ ദേഹത്ത് മൊത്തം നല്ല പഴുപ്പും കാര്യങ്ങളൊക്കെയാണ്. ദേഹത്ത് തൊട്ട് കഴിയുമ്പോൾ എന്തൊക്കെയോ നീരൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുക, ദേഹത്ത് മുഴുവൻ നീരായിട്ട് ഭയങ്കര ഒരു അവസ്ഥയാണ്. അയാൾക്ക് ഒന്ന് മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇന്ന് അയാളുടെ ആരോഗ്യം പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ഒരു ദിവസം പോലും ഇല്ല അയാൾ മദ്യപിക്കാത്ത. കാര്യം അയാൾ
എത്ര 10-40 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ്ലി ഇത് തന്നെയാണ് അയാളുടെ ഈ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത, അയാളെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആലോചിക്കുക. പിന്നെ ഈ ഒരു മേഘ എന്ന് പറഞ്ഞ ആളുടെ അച്ഛൻ്റെ അവസാന സമയങ്ങൾ, ആ ഒരു ദിവസങ്ങളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞത് അതോടെ ഒന്ന് കേട്ടോ നിങ്ങൾ. അനിയത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോയി. അങ്ങനെ സമയത്താണ് പെട്ടെന്ന് ഇതുപോലെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് എനിക്ക് വൊമിറ്റ് ചെയ്യണം, ബേസിൻ എടുക്കാൻ പറഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പോൾ ഈ കുടിച്ച് ലിവറിന്റെ പ്രശ്നമുള്ളവർ എപ്പോഴും ഈ ബ്ലഡ് വൊമിറ്റിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ബേസ് നിറച്ച് ബ്ലഡ് ക്ലോട്ട്, അതായത് ഭയങ്കര ചുമയായിരുന്നു. അപ്പം ഈ മരിക്കണ എന്നെ 4-5 ദിവസം മുന്നെയാണ് കൊണ്ടുപോയി വയറിലെ ലിവറിൽ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലിവർ ബാൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ബാൻഡും ആ ഒരു ഫോഴ്സിലെല്ലാം പോയെന്ന് തോന്നുന്നു. സംഭവം കട്ട ക്ലോട്ടായിട്ട് ബേസിൻ ഫുള്ള് 2 ബേസ് നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കുറഞ്ഞല്ലേ എടുത്തോണ്ട് പോകാൻ പറ്റും. പിന്നെ അപ്പം നല്ല സൈസും ഉണ്ടായിരുന്നു. അവസാനം വയറൊക്കെ നല്ല വീർത്ത്, അറിയാലോ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ അങ്ങനെയാണ്, ലിവർ വർക്കിംഗ് അല്ല. അപ്പൊ വെള്ളം കുറെ കുടിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും പപ്പ കുറെ വെള്ളം കുടിക്കും. എന്നിട്ട് ഇതുപോലെ കുടിച്ച് ബേസിൽ അങ്ങ് ഛർദ്ദിച്ച് 2ാമത്തെ ഛർദ്ദിലും കൂടെ ആയപ്പോഴത്തേക്കും അങ്ങ് വീണ് അവിടെ അമ്മ അവിടെ ഇരുത്തി, അമ്മയും അപ്പച്ചനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു മരിക്കാൻ പോവാണ്, അപ്പച്ചനെ കാണുന്നു. അപ്പം അവിടെ ഇരുന്നിട്ട് അപ്പം പറഞ്ഞു ഞാൻ ഇനി അധികം ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് സംസാരിക്കാൻ വലുതായിട്ട് പറ്റൂല, എന്നാൽ പറ്റുന്ന പോലെയാണ് സംസാരിക്കണം. എനിക്ക് പപ്പയെ കാണണം, പപ്പ എന്നാണ് വിളിക്കണം എന്റെ അപ്പച്ചൻ. അപ്പം അമ്മയുടെ അച്ഛനാണ്, എന്റെ അമ്മയുടെ അച്ഛനാണ്. അപ്പൊ അപ്പയുടെ അച്ഛന് കൊച്ചിലെ മരിച്ചു പോയതാണ്. അപ്പം അമ്മ കൂടെ അല്ല താമസിക്കണം. അപ്പം ഇതുപോലെ അപ്പച്ചന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ അടുത്ത് ക്ഷമിക്കണം, എന്റെ അടുത്ത് ദേഷ്യം ഒന്നും വെക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇത്രയും പറഞ്ഞു. എന്നിട്ട് പപ്പ അപ്പൊ തന്നെ ഇങ്ങനെ പോയി. അപ്പം കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയി. അപ്പം എന്റെ അനിയത്തി തട്ടി മുഖത്തിങ്ങനെ തട്ടിയപ്പോഴും കണ്ണ് ഉറക്കണില്ല, ആള് ഫുള്ള് പോയി സംഭവം. പക്ഷെ പൾസൊക്കെ പോയി. പക്ഷെ എന്നാലും എനിക്കൊന്ന് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്റെ അനിയത്തി അണിച്ചിട്ട് വെള്ളം കൊടുത്ത് അപ്പൊ തന്നെ എന്റെ അമ്മയടുത്തും പറഞ്ഞു ഞാൻ മരിക്കാൻ പോകാൻ എനിക്ക് പറ്റൂല, അങ്ങനെ എന്തോ ചെറുതായിട്ട് അതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു. അതോടെ തന്നെ ആള് പോയി. കടുത്ത മദ്യപാനത്തിൽ നിന്ന് ഇപ്പോഴും റിക്കവർ ആവാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇതൊന്ന് കേൾക്കുക. നിങ്ങളുടെ അവസാന സമയങ്ങളിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അവസാനം ആരുടെ അടുത്തൊക്കെ ഇങ്ങനെ മാപ്പ് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആയ കാലത്ത് നിങ്ങൾ ചെയ്യുക. കാരണം ഈ നിങ്ങളുടെ ആയ കാലത്തുള്ള സകലമാന കാര്യങ്ങളെല്ലാം പോക്രിത്തരങ്ങളെല്ലാം കാണിച്ചിട്ട് അവസാന സമയങ്ങളിൽ അവരുടെ ഇവരുടെ അടുത്തൊക്കെ മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുമ്പോൾ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് എന്താണ് കാര്യം? ഈ ഒരു ജീവിതത്തിൽ അത്രത്തോളം അവരെ ബുദ്ധിമുട്ടിച്ചു, അത്രത്തോളം അവരെ വേദനിപ്പിച്ചു അല്ലെ? എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഉണ്ട്. നമുക്ക് ഇത്തിരിയെങ്കിലും ഒരു ഇത് കിട്ടിയത് ഞാൻ ഇവിടെ എന്റെ ഇതിൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഒരിക്കലും മേഘനെ പിടിച്ച ഒരു കാര്യത്തിൽ ഞാൻ മേഘ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്യും, നിന്റെ ലൈഫാണ്, നീ ഒരു നിന്റെ ലൈഫിൽ നിന്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് ഒന്നേ ഉള്ളൂ, അപ്പോൾ മാക്സിമം നമ്മൾ ലൈഫ് അടിച്ചു പൊളിക്കണം എന്നുള്ള ഇതിലാണ് അവൾ ഈ ഒരു ഇതിലൊക്കെ വന്നതിന് ശേഷം അവൾ കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആയത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഈ ചേച്ചി ഭയങ്കര ഇതാണല്ലോ എന്നുള്ള ഇതല്ല. കാരണം അവർ ലൈഫിൽ കഷ്ടപ്പെടാൻ അവൾ അമ്മയുടെ ഒറ്റ വരുമാനത്തിലാണ് അവളുടെ വീട് ഫുൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് മേഘ എന്ന് പറയുന്ന ഒരു ലേഡി ഭാഗ്യവതയാണ്. പക്ഷേ മേഘ എന്ന് പറയുന്ന ആളുടെ അമ്മ ഒരിക്കലും ആ ഒരു ഭാഗ്യം അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും, പല പ്രായത്തിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ മദ്യപിക്കേണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല, നിങ്ങളെ ചോയ്സാണ്. പിന്നെ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പം മേഘയുടെ അച്ഛൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ ഫാമിലീസ് വെള്ളം അടിച്ചിട്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, പല ലഹരിക്ക് അടിമപ്പെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കൊച്ചു ചെറുക്കന്മാർ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുണ്ട്. അച്ഛനെ അമ്മേനെ അടിക്കണമാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം മദ്യം സർക്കാരിൻ്റെയാണ്, അതിപ്പോൾ നമുക്ക് എടുത്ത് കളയാൻ പറഞ്ഞാൽ അത് പറ്റൂല. എല്ലാം ഒരു പരിധി വിടലും അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരാൾ കാരണം നിങ്ങളുടെ ഫാമിലിക്ക് ഫുള്ളായിട്ട് അത് ബാധിക്കും. അത് ഒരാളല്ല, നിങ്ങൾക്ക് മാത്രമല്ല, അതിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് എല്ലാം നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കും ബാധിക്കും. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, വാളെടുത്തവൻ വാളാലെന്നുള്ള. നമ്മളിപ്പോൾ എന്ത് ചെയ്തിരുന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കുള്ള നമുക്കത് കിട്ടുള്ളൂ. അതുകൊണ്ട് മദ്യപിക്കുന്നവരൊക്കെ ഒരു നമ്മളെ ബോധം പോയി കിടന്ന് ഉള്ള അത് വേണം. എൻ്റെ ആവശ്യത്തിനായിരിക്കും, അനാവശ്യത്തിനാവാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ കാരണം ഒരാൾക്ക് നല്ലത് ഉണ്ടാവുക, നമ്മൾ കാരണം ഒരാൾ നശിച്ചു പോകാൻ ഇട ഉണ്ടാക്കരുത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരെല്ലാം അതിൽ നിന്ന് റിക്കവർ ആവാൻ നോക്കുക. അതാണ്, നിങ്ങൾ മദ്യം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മദ്യം നിങ്ങളെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പം ഈ അടുത്താണെങ്കിൽ അവനൊരു ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടാണെങ്കിൽ എല്ലാ ദിവസവും ഒരു അര എടുത്തിട്ട് ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ ഇരുന്ന് കുടിക്കുക. ഭയങ്കര സീനായിരുന്നു അവൻ. കാര്യം കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ഒരു ദിവസം അവനാണെങ്കിൽ ചോര ഛർദ്ദിച്ച്, അപ്പം ചോര ഛർദ്ദിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയും മദ്യം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോനെ ഇനി ഈ ഒരു പ്രായത്തിൽ തന്നെ പെട്ടെന്ന് മരണം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ആ ഒരു എക്സ്ട്രീമിലോട്ട് അവൻ എത്തി, ആ ഒരു അവസ്ഥയിലോട്ട് പോയി. അന്ന് ഇവൻ എന്നെ ഇത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും, കാര്യം ഇവൻ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഇവൻ എന്നെ വിളിക്കുന്നത്. അതുവരെ നമുക്ക് അറിയത്തില്ല ഇവൻ ഇങ്ങനെ ആയിരുന്നു പൊക്കോണ്ടിരിക്കും. കാര്യം കുറച്ച് ലോങ് ആണ് അവൻ്റെ വീട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കുക, ആ ഒരു രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. അന്ന് ഞാൻ അവളെ വിളിച്ച് നല്ല തെറി പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഒക്കേഷനിൽ നിങ്ങൾ മദ്യപിക്കുന്നതിലൊന്നും ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് ആ ഒരു എക്സ്ട്രീമിലോട്ട് പോയിട്ട് ഇപ്പം അവനാണെങ്കിൽ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അവനെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരില്ലേ, സോ അവരെ കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ ചുറ്റുപാടുമുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. മനുഷ്യൻ മദ്യത്തെ കുടിക്കാതെ മദ്യം മനുഷ്യനെ കുടിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ട് ജീവിതം സ്വയം ഹോമിക്കുക അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതം ഹോമിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക.
മദ്യത്തെക്കാൾ വലിയ ലഹരി നമ്മളെ സ്നേഹിക്കുന്ന ചുറ്റുപാടുള്ള ആൾക്കാർ തരും. പിന്നെ നിങ്ങൾ ഒക്കേഷണലി മദ്യപിക്കുന്നതിൽ ഒരിക്കലും ഞാൻ തെറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞു. കാരണം നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ മദ്യപിച്ചോളൂ. കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബിവറേജസ് ആണ്. പക്ഷേ ഈ സാധനം നിങ്ങളെ കുടിക്കാതിരിക്കാനെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം ഒരുപാട് ജീവിതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു സാധനം കൊണ്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ. സോ ബെറ്റർ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക. എന്തിനാണെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ശരി, ബൈ.